10 kg ഒരു പ്ലേറ്റും 5 kg ഒരു പ്ലേറ്റും കയറ്റി 15 kg ബാഗിൽ വെച്ചിട്ടാണ് ഇന്നത്തെ വർക്കൗട്ടുകൾ മുഴുവനും. ആദ്യമേ ജസ്റ്റ് ഒന്ന് വാമപ്പാകാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം സ്കിപ്പ് റോപ്പ് ചെയ്ത് നോക്കി. അതിനുശേഷം നേരെ പോയി 10 kg പ്ലേറ്റ് എടുത്തു. നമ്മളെ പഞ്ചിൻ്റെ സ്പീഡും പവറും ഇമ്പ്രൂവ് ആവുന്ന വർക്കൗട്ടായിരുന്നു ചെയ്തത്. അത് ടോട്ടൽ 50 കൗണ്ട് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തു. അടുത്ത വർക്കൗട്ട് നേരെ പോയത് ബാറ്റിൽ ഡ്രോപ്പിലേക്കാണ്. ബാറ്റിൽ ഡ്രോപ്പ് ചെയ്തിട്ട് 2 ദിവസം ആയതുകൊണ്ട് കുറച്ച് നേരം ബാറ്റിൽ ഡ്രോപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ 1 മിനിറ്റിൻ്റെ 2 സെറ്റ് ബാറ്റിൽ ഡ്രോപ്പ് ചെയ്ത് ബാറ്റിൽ ഡ്രോപ്പ് വർക്കൗട്ട് കംപ്ലീറ്റ് ചെയ്തു. പിന്നീട് പോയത് വെയ്റ്റഡ് പുഷപ്പിലേക്കാണ്. നക്കിൾ പുഷപ്പാണ് മെയിനായിട്ട് ചെയ്തത്. 15 കൗണ്ട് ചെയ്ത് നക്കിൾ പുഷപ്പ് കംപ്ലീറ്റ് ചെയ്തു. അടുത്ത വർക്കൗട്ട് നമ്മളെ ഗ്രിപ്പ് സ്ട്രെങ്ത് ഇമ്പ്രൂവ് ആവുന്ന വർക്കൗട്ടായിരുന്നു. ആദ്യത്തെ സെറ്റിൽ 30 കൗണ്ട് ചെയ്ത് ആ വർക്കൗട്ട് കംപ്ലീറ്റ് ചെയ്തു. അടുത്ത വർക്കൗട്ട് നമ്മളെ ഗ്രിപ്പ് സ്ട്രെങ്ത് ഇമ്പ്രൂവ് ആവുന്ന വർക്കൗട്ടായിരുന്നു. പിഞ്ച് ഹോൾഡ് ആയിരുന്നു ട്രൈ ചെയ്തത്. കുറച്ച് നേരം പിഞ്ച് ഹോൾഡ് ചെയ്തിട്ട് വീണ്ടും ഗ്രിപ്പ് സ്ട്രെങ്ത് ഇമ്പ്രൂവ് ആവുള്ള വർക്കൗട്ടിലേക്ക് പോയി. അത് ഇത്തവണ 20 കൗണ്ടാണ് ചെയ്യാൻ ഉദ്ദേശിച്ചത്. അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം ബാർബൽ ബൈസെപ്സ് കൾ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ കുറച്ച് നേരം 20 കൗണ്ട് ബൈസെപ്സ് കൾ ചെയ്ത് കംപ്ലീറ്റ് ചെയ്തു. പിന്നീട് പോയത് വെയിറ്റ് ആൻഡ് നോർമൽ പുഷപ്പിലേക്കാണ്. പുഷപ്പ് ചെയ്തപ്പോൾ വിചാരിച്ചു എന്തായാലും സ്ക്വാട്ട് ചെയ്തേക്കാമെന്ന്. അങ്ങനെ ഒന്നും നോക്കിയില്ല, 50 കൗണ്ട് സ്ക്വാട്ട് ചെയ്തു, കംപ്ലീറ്റ് ചെയ്തു. സ്ക്വാട്ട് ചെയ്താൽ പിന്നെ ലഞ്ചസ് കഴിക്കുന്ന മോശമല്ലേ, അങ്ങനെ വിചാരിച്ചു 50 കൗണ്ട് ലഞ്ചസ് കൂടി ചെയ്യാമെന്ന്. സ്ക്വാട്ട് ചെയ്തപ്പോൾ തന്നെ ലെഗിന് നല്ല പിടുത്തം ഉണ്ടായിരുന്നു. ലഞ്ചസ് ചെയ്തപ്പോഴത്തേക്കും അത് പൂർണ്ണമായി. എന്തായാലും ലഞ്ചസ് ചെയ്ത് ഇന്നത്തെ വർക്കൗട്ട് കംപ്ലീറ്റ് ചെയ്തു. എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.